ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഗ്രീൻ പാലസ് റിസോർട്ടിൽ വാഗമണ്ണിൽ നമ്മൾ സ്റ്റേ ചെയ്ത്. ഇത് മോർണിംഗ് വൈബാണ്. ഒരു നല്ല വ്യൂ ആയിരുന്നു. പിന്നെ കുറേ വണ്ടികൾ പോയോണ്ടിരിക്കുകയായിരുന്നു, ജീപ്പ്. അവിടുത്തെ കുറേ ആൾക്കാർ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ ഇൻ്റെ വന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് ജീപ്പ് റൈഡായിട്ട് പോകാമായിരുന്നു. അപ്പോൾ ഞങ്ങളും മോർണിംഗ് ഫ്രഷപ്പ് ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല. ഞങ്ങൾ ജീപ്പ് റൈഡ് പോകാൻ വേണ്ടിയിട്ട് ജീപ്പ് കയറി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കാരണം ഒരു ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ബ്രെഡ് ഓംലെറ്റ് കഴിച്ച് വീഡിയോസ് എടുത്ത് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോയേണ്ടിയിരിക്കുന്നത്. അത് കുറച്ച് നടക്കാൻ വേണ്ടിയിട്ട് വരും. നെക്സ്റ്റ് ഇവിടെ നിന്ന് എൻട്രി ഫീസ് ഉണ്ട്. അത്ര എക്സ്പെൻസീവ് അല്ല കേട്ടോ. കുട്ടികൾക്കൊന്നും എടുക്കുന്നില്ല പൈസ. നല്ലോണം ടൂറിസ്റ്റ് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കുറച്ച് ദൂരം ഉള്ളിൽ നടക്കാനുള്ളതുണ്ട്. പക്ഷെ നടന്ന് കഴിഞ്ഞ് വരും നല്ല ഒരു ഗ്രീനറിയാണ്. മൊട്ടക്കെണ്ണോ എന്തോ ഇത് പറയുന്നുണ്ട്. നല്ല ഒരു രസമാണ് നമുക്ക് ശരിക്കും കാണുമ്പോൾ. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. മോള് ഒരു വാശിയില്ലാണ്ട് നന്നായിട്ട് നടക്കുന്നുണ്ട്. മോൾക്ക് ചെറിയൊരു നടക്കാൻ മടിയായിരുന്നു. പിന്നെ അവർക്ക് ബോട്ടിങ് പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെ കുറേ കുട്ടികൾ റീൽസ് കളിക്കുക ആൾക്കാരെ നമുക്ക് കാണപ്പെട്ടു. ആ ബോട്ടിങ് ആഗ്രഹമുള്ള കാരണം നമുക്ക് ബോട്ടിങ് പോകാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ അവിടെ കുട്ടികളെ അലോഡല്ല, വലിയ ആൾക്കാർക്ക് മാത്രമുള്ളൂ എന്താ പറയുന്നു. പിന്നെ കുട്ടികളെ വിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ആ കുട്ടികൾ ബോട്ടിൽ നിന്നിട്ട് ജസ്റ്റ് ഫോട്ടോ എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ചുകൂടെ നമ്മൾ ക്ലൈമറ്റ് എൻജോയ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഫോട്ടോസ് എടുത്ത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോള് കുറുമ്പ് തുടങ്ങി. ഇത് ചെറിയൊരു പിണക്കം ഒക്കെ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ പിണക്കൊക്കെ മാറിയിട്ട് അവൾ മരത്തെ മേലെ കയറിയിരുന്നു ഗായ്സ്. അങ്ങനെ നമ്മൾ നടന്നിട്ട് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നെക്സ്റ്റ് ഞങ്ങളിപ്പോൾ പോകുന്നത് പൈൻ ഫോറസ്റ്റാണ്. ശരിക്കും ഇവിടെ വന്ന് നമുക്ക് ഓൺ വണ്ടി ഉണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും. പക്ഷെ വണ്ടി ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ടു നമുക്ക് വാഗമൺ വരുമ്പോൾ നല്ലോണം ടൈം എടുക്കും. ഇപ്പോൾ കപ്പലായിട്ട് വരാൻ പ്രോബ്ലം ഇല്ല, കുട്ടികളായിട്ട് ഭയങ്കര ടൈം എടുക്കും. ഇത് പൈൻ ഫോറസ്റ്റാണ്. ഇവിടെ ഉള്ളിൽ കുറേ വണ്ടി പോകുന്നില്ല. കുറേ ദൂരം നടക്കാൻ വേണ്ടിയിട്ട് വരും. നടക്കുക ഒരു റൈറ്റ് സൈഡിൽ നമുക്ക് കുറേ ഷോപ്പുകൾ കാണപ്പെട്ടു. ലെഫ്റ്റ് സൈഡിലാകിന് വൈൻ ബിയർ ഷോപ്പ് കാണപ്പെട്ടു. നമ്മളവിടെ പ്രകാശ് രാജിനെ കണ്ട്. അവർ ഫാമിലി ടൈം ആയതുകൊണ്ടാണ് നമ്മൾ അവർ ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ടില്ല. അങ്ങനെ തന്നെ ഗ്രൗണ്ട് നമുക്ക് നടന്നിട്ട് പോയി. മോള് ഓടിച്ചാടി നടക്കായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ നിന്ന് റീൽസ് എടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഒരു നല്ല വൈബാണ്. ഈ ടൂർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. പിന്നെ അവിടെ ചെറിയ വെള്ളം പോവാൻ സൗണ്ട് കേൾക്കായിരുന്നു. പിന്നെ അച്ഛനും മക്കളും പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ടൂർ വന്ന ഒരു കോളേജ് കുട്ടിയാണ് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് തന്നു. ഒരു നല്ല ഫോട്ടോസ് ആയിരുന്നു. ആൾക്ക് നല്ല ഫോട്ടോ ക്രേസ് ഉണ്ടായിരുന്നു. ടോട്ടലി നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് അഗൈൻ ഞങ്ങൾ അവിടെ നിന്ന് റിട്ടേൺ പോവുകയാണ്. പിന്നെ ഞങ്ങളുടെ നോൺ വെജ് കഴിച്ചിട്ട് നമുക്ക് മതിയായിരുന്നു. ജസ്റ്റ് ചോറ് കഴിച്ചാൽ മതി എന്ന് നോക്കുമ്പോൾ അവിടെ ഔട്ട് സൈഡ് വന്ന ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അവിടെ തന്നെ ചോറ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ആക്ച്വലി ട്രാവൽ ചെയ്യുമ്പോൾ ഞാനൊരു സജഷൻ ചെയ്തു ബിരിയാണി, അങ്ങനെ കുറച്ചുകൂടെ നോൺ വെജ്, കുറച്ചുകൂടെ ഹെവി ഫുഡ് കഴിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും, എക്സ്പെഷ്യലി കുട്ടികൾ കൊണ്ടുപോകുമ്പോൾ. എഗെയിൻ നമ്മൾ റിസോർട്ട് അടുത്ത് വന്നു. ആക്ച്വലി നമുക്ക് അവിടെ തന്നെ ബസ് കയറാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവരവിടെ പറഞ്ഞു തന്നു, നമുക്ക് ബസ് കിട്ടി. ആക്ച്വലി ഡയറക്റ്റ് തൃശ്ശൂർ അല്ല, ഈ ബസ് നമുക്ക് എറണാകുളത്തേക്കാണുള്ളത്. നമുക്ക് തിരിച്ച് പോയോണ്ടിരിക്കുന്നു. എല്ലാവർക്കും നല്ലോണം ടയേർഡായി, അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ വീണ്ടും കഴിഞ്ഞിട്ട്
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ, കമൻറ്റ് ചെയ്തോ. താങ്ക് യു ഫോർ വാച്ചിങ്.